നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഇന്ത്യയിൽ നിന്ന് പറ്റിയ ഒരു ലൈസൻസ്ഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും, എങ്ങനെ നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ സാധിക്കും, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള ടോട്ടലായിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഇതൊരു ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ അതിൻ്റെ ഓൾ ടൈം റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 1879% അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്, വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയൊരു റിസ്ക് എടുത്തേ പറ്റുള്ളൂ. അപ്പം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടോട്ടലായിട്ട് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ടോട്ടൽ എമൗണ്ട്, അതായത് ഇന്ത്യൻ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ETF-ലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് FD-യിലൊക്കെ ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ ഒരു 10% താഴെ മാത്രമാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതൊരു ചെറിയൊരു പോർഷൻ. അപ്പോൾ നമ്മൾ ചെറിയൊരു റിസ്ക് എടുക്കുന്നു, ഒരുപക്ഷെ അതിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ലൈസൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ വേണം. അതിൻ്റെ പേരാണ് CX. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനിൽ 1 കോടിയിലധികം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും വളരെ മനോഹരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പേഴ്സണലി ഞാനും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് INR ഉപയോഗിച്ച് പൈസ ആഡ് ചെയ്യാനും നേരിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ P2P ട്രാൻസാക്ഷൻ്റെ ഒരു കാര്യങ്ങളുമില്ല, ഇടയ്ക്കൊരു സ്കാമും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈസ ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റും ഒരു സിംഗിൾ ക്ലിക്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗജന്യമായിട്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയുടെ അക്കൗണ്ടിലുള്ള ലിങ്ക് തന്നെ യൂസ് ചെയ്യുക എങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ഫ്രീ ആയിട്ടും യഥാർത്ഥ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും നടക്കും. ഓക്കെ, നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ പേരടിച്ചു കൊടുക്കാം, ഇമെയിൽ ID, പാസ്വേഡ്, ഇത്തരം കാര്യങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗൂഗിളിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു OTP അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പിന്ന് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ വീണ്ടും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ഒരു 6 ഡിജിറ്റുള്ള ഒരു പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു പിന്ന് ഇവിടെ അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യുക. അപ്പോൾ മറന്നു പോകാതിരിക്കുക, നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പിന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പാൻ നമ്പർ സൈനപ്പ് ആയിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ, പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ I agree എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് പാൻ KYC സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആധാർ കാർഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വെരിഫൈ ആധാർ ബൈ ഡിജിലോക്കർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അപ്ലോഡ് യുവർ പാസ്പോർട്ട് ആണെങ്കിലും ആഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വെരിഫൈ ആധാർ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ആധാർ നമ്പർ അടിച്ചു കൊടുത്തു, ഈ ഒരു ക്യാപ്ച ഇങ്ങോട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഡിജിലോക്കർ അതിൻ്റെ ഒരു പിൻ നമ്പർ ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല, എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു പിൻ നമ്പർ വീണ്ടും റീജനറേറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് ഇവർ ഫെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അത് ഫെച്ച് ചെയ്തിട്ടുണ്ട് ആധാറിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കൊരു സെൽഫി എടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് സെൽഫി ക്യാമറയിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്മാൻ ആണെങ്കിൽ ബിസിനസ്മാൻ, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്, ആനുവൽ ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏത് അക്കൗണ്ടിൽ നിന്നാണോ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ചെയ്യേണ്ടതും വിഡ്രോ ചെയ്യേണ്ടതും ആ ഒരു അക്കൗണ്ട് നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ വീണ്ടും അടിച്ചു കൊടുക്കുക. ആ ബാങ്കിൻ്റെ IFSC കോഡ് അടിച്ചു കൊടുക്കുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകുക. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ₹1 നമ്മൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈലിലേക്ക് അയക്കും. അതിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി
ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1000 രൂപ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1000 എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പേ വിയ ഫോൺ പേ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നിട്ട് പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആ ഒരു പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ആഡായിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ക്രിപ്റ്റോ വാങ്ങാൻ സാധിക്കും. ബാക്കി SIPകൾ നടത്താൻ സാധിക്കും. ക്രിപ്റ്റോയിൽ അത് 200 രൂപ 300 രൂപയ്ക്കൊക്കെ SIP നടത്താൻ സാധിക്കും. 1000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് എത്രയിനാണെങ്കിലും SIP ചെയ്യാൻ സാധിക്കും. എപ്പോഴും ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ വോളിയമുള്ള പോപ്പുലർ ആയിട്ടുള്ള കോയിൻസിൽ നമ്മൾ കുറേശ്ശെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നല്ലൊരു റിട്ടേൺ ഫ്യൂച്ചറിൽ തരാനും സാധിക്കും. അപ്പം ഇവിടെ ഞാൻ ബിറ്റ് കോയിൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ SIP തുടങ്ങാം ഓരോ വീക്കിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ബൈ ചെയ്യാം. ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 200 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫ്രാക്ചറായിട്ടാണ്, നമുക്ക് ഒരു ചെറിയൊരു ഫ്രാക്ഷനിൽ കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് ബൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും BTC ബിറ്റ് കോയിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൺ ആയിട്ടുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും 200 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ബിറ്റ് കോയിനിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇത്രയും വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പൈസ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു, എങ്ങനെ നമുക്ക് ബിറ്റ് കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ അത്രയും ചെറിയൊരു ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്യുക. നമുക്ക് റിസ്ക് എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ളത്. ബാക്കിയുള്ളത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല മ്യൂച്വൽ ഫണ്ട്, ETF, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിപ്റ്റോ ഇൻ കേസ് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ക്രിപ്റ്റോ കറൻസി തരാനുള്ള സാധ്യതകളുണ്ട്. ഞാനൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. തീർച്ചയായിട്ടും വളരെ ചെറിയ എമൗണ്ടുകൾ മാത്രം SIP രൂപത്തിൽ ആവറേജ് ചെയ്ത് ആഡ് ചെയ്യുക. അതും പോപ്പുലർ ആയിട്ടുള്ള കോയിൻസിൽ മാത്രം. അപ്പം താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് തന്നെ യൂസ് ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.